നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ ദേശീയപാതകൾക്ക് സുരക്ഷാ ഓഡിറ്റ്. മുഴുവൻ റീച്ചുകളിലും പരിശോധന നടത്തുമെന്ന് ദേശീയപാത അതോറിറ്റി. സംസ്ഥാനത്തെ ദേശീയപാതകളിൽ അടുത്തിടെയുണ്ടായ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ സമഗ്ര സുരക്ഷാ പരിശോധനയുമായി ദേശീയപാത അതോറിറ്റി. കേരളത്തിലെ മുഴുവൻ ദേശീയപാത റീച്ചുകളിലും സുരക്ഷാ ഓഡിറ്റ് നടത്താനാണ് അതോറിറ്റിയുടെ തീരുമാനം. പാത നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മണ്ണിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി 378 സ്ഥലങ്ങളിലാണ് പ്രധാനമായും പരിശോധന നടത്തുക. ഇതിന്റെ ആദ്യഘട്ടമായി 100 ഇടങ്ങളിലെ പരിശോധനയ്ക്കായി 20 ഏജൻസികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത തകരാൻ കാരണം മണ്ണിന്റെ ബലക്കുറവാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് NHAയുടെ നടപടി. തദ്ദേശ തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ അവധി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അടക്കമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. വാണിജ്യ സ്ഥാപനങ്ങൾക്കും വേതനത്തോടെയുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 3 പേർക്ക് ദാരുണാന്ത്യം. കൊല്ലം അഞ്ചലിൽ വാഹനാപകടത്തിൽ 3 മരണം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മരിച്ച 3 പേരും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തവരാണ്. കരവാളൂർ സ്വദേശികളായ ശ്രുതിലക്ഷ്മി, ജ്യോതിലക്ഷ്മി, ഓട്ടോറിക്ഷ ഡ്രൈവർ അക്ഷയ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. പാലക്കാട് കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണം. ഒരാളുടെ കണ്ണിന് ഗുരുതര പരിക്ക്. പാലക്കാട് കല്ലേക്കാട് കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണം. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥിക്കും സംഘത്തിനും നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണം ഉണ്ടായത്. ഒരാളുടെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു. DCC സെക്രട്ടറി നന്ദപാലന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയാണ് ഒരു സംഘം ആക്രമണം അഴിച്ചുവിട്ടത്. ആക്രമണത്തിന് പിന്നിൽ BJP എന്ന് കോൺഗ്രസ് ആരോപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന് ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടാതിന് പിന്നാലെ സർക്കാരിന്റെ നിർണായക നീക്കം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന മുൻ അധ്യക്ഷനും പാലക്കാട് MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. ഒരു ജനപ്രതിനിധിക്കെതിരെ ലൈംഗിക പീഡനം പോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും വസ്തുതകൾ പൂർണ്ണമായി പരിഗണിക്കാതെയാണ് ജാമ്യം അനുവദിച്ചതെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രധാന വാദം. സമൂഹത്തിൽ മാതൃകാപരമായി പെരുമാറേണ്ട ഒരു MLAക്കെതിരെയാണ് ഈ പരാതി. ഈ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ജാമ്യം അനുവദിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന നിലപാടിലാണ് സർക്കാർ.